ഇറാനിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന് വഴി തുറന്നുകൊടുത്തത് മൊസാദിന്റെ അതീവ രഹസ്യമായ നീക്കങ്ങളായിരുന്നു. ഇറാനിൽ നുഴഞ്ഞുകയറി 1 വർഷത്തോളം തയ്യാറെടുപ്പ് നടത്തിയാണ് നിർണായകമായ ഓപ്പറേഷനുകൾ മൊസാദ് നടത്തിയത്. ഈ സാഹചര്യത്തിൽ ആരാണ് ചാരസംഘടനയായ മൊസാദ് എന്ന ചോദ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ചാരസംഘടനകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉറപ്പായും മൊസാദിന്റെ പേരുണ്ടാകും. ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും CIA മുകളിൽ നിൽക്കുന്ന ഏജൻസി. ഇന്ത്യയുടെ 150-ൽ 1 മാത്രം വലിപ്പമുള്ള നമ്മുടെ കേരളത്തിന്റെ പാതിയോളം മാത്രം വരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചാരസംഘടനയാണ് മൊസാദ്. മൊസാദ് എന്ന ഹീബ്രു വാക്കിനർത്ഥം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ്. രഹസ്യാന്വേഷണം, രഹസ്യപ്രവർത്തനം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ മൊസാദിന്റെ ഉത്തരവാദിത്തമാണ്. 1949 ഡിസംബറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ ഔപചാരികമായി മൊസാദ് സ്ഥാപിതമായത്. 1951-ൽ ഇതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ടെല്ലവീവിലാണ് മൊസാദിന്റെ ആസ്ഥാനം. നിലവിൽ ഏതാണ്ട് 7000-ഓളം ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്ഥാപിതമായ സമയം തൊട്ട് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് മൊസാദിനെ മുന്നോട്ട് നയിക്കുന്നത്. 1. ജൂതർക്കെതിരെ നിൽക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. 2. ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക. 3. ഭീകരവാദം നടത്തുന്നവർക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക. 4. ജൂത അഭയാർത്ഥികളെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിക്കുക. ഇതുവരെ മൊസാദ് ചെയ്തിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളെയും ഈ 4 തൊടുന്യായങ്ങളിൽ ഏതിലെങ്കിലും കൊണ്ടുചെന്നെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും UN-ലും അടക്കം മൊസാദ് സജീവമാണ്. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ അതിർത്തിക്കുള്ളിലെ സംഘർഷം തടയുന്നതിന് മൊസാദ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.